നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീ നാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളീക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സാരിദാസ് ഡേം കെയർ കളീക്കവിള, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിൻകര, കൈരളി കോളേജ് പൂരംവിള. ജീവിത സാഹചര്യത്തിൽ പണം എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട്? പല ബന്ധങ്ങളും മുറിഞ്ഞു പോകാൻ കാരണം പണം തന്നെയാണ്. ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. തൊഴിൽ കാര്യങ്ങൾ കുറവ്, പഠിച്ച പിള്ളേർക്ക് ജോലികൾ കുറവ്. ഇതുകൊണ്ട് തന്നെ ഇത്തിരി കാര്യങ്ങൾ ബുദ്ധിമുട്ട് പറ്റൂല ജീവിക്കാൻ. എന്തൊരാവശ്യത്തിനാണെങ്കിലും പണം തന്നെ, ഒരു ജോലിക്ക് അതിലേക്ക് കയറിയാലും പണം തന്നെ ആവശ്യം. കുറവാണ്, കച്ചവടങ്ങൾ കുറവ് തന്നെ. എന്താണ് മെയിൻ പ്രതിസന്ധി? പണമില്ലായ്മയാണോ? പണവും എല്ലാ കാര്യങ്ങളും കുറവ് തന്നെ. മുൻകാലങ്ങളിൽ എങ്ങനെയാണ്? ജോലിക്ക് എല്ലാ പാർട്ടിയും ജോലിക്ക് പോകും, ജോലിയുണ്ട്. ഇന്ന് ജോലികൾ കുറവ്. ഒരു 10 വർഷം ഇവിടെ ഇരുന്നിട്ട് എന്തൊരു ചെയ്ത്? ഒന്നും ചെയ്തില്ല. അവരാ ചാട്ടം പാട്ടം അതേ ഉള്ളു, അല്ല ഒന്ന് അതേ ഉള്ളു. ജനങ്ങൾക്ക് പാങ്ങൾക്ക് എന്തൊരു കാര്യം ഒന്നും ചെയ്തില്ല. പണത്തിന് പണവും വേണം, അത് രണ്ടും വേണമെന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സാഹചര്യം നമുക്ക് മനസ്സിലാവുമല്ലോ. സഹോദരങ്ങൾ കൂടെ നിൽക്കണമെങ്കിലും ധനം വേണമെന്നാണ് അല്ലേ? ആര് കൂടെ ഉണ്ടെങ്കിലും പണം ഉണ്ടാവും അല്ലേ? അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പണവും വേണം, എല്ലാം വേണം. സ്നേഹമുണ്ടെങ്കിൽ പണം പുറകെ വരുമെന്ന് പറയുന്നത് ശരിയാണോ? ചുമ്മാ വെറുതെ പറയുന്നതാണ്. സ്ത്രീധനം വാങ്ങിയാലും അത് പാവപ്പെട്ടവനാരും കെട്ടില്ലല്ലോ. പെൺകുട്ടികള് പാവപ്പെട്ടവരെ നല്ല ജോലി, ഗവൺമെന്റ് ജോലി വേണം. ഇപ്പൊ നിങ്ങളായ സാധാരണ ഒരാളെ കെട്ടോ? ഇല്ലല്ലോ, നല്ല ഒരാളെ തന്നെ. അപ്പം നല്ല ഒരാളെ കെട്ടണമെങ്കിൽ നല്ല ഡൗറി കൊടുക്കാൻ തന്നെ വേണം. നിറയെ സാധാരണക്കാരുണ്ട്, ഒരു പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടണത്. അവർക്കൊന്നും പെണ്ണില്ല. പൈസ ഉള്ളവര് തന്നെ പൈസയും തന്നെ ചേരും. നേരെ ഒന്നും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, കള്ളത്തനത്തിൽ തന്നെ. അപ്പോ നേരായ വഴിയിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ അല്ലേ? നേരെ വഴിയുടെ ഇത് കൂടി എത്ര ഒരു ദിവസം 1000 രൂപ കിട്ടും. ഇത് പറ്റിച്ചും അത് മന്ത്രിമാരായാലും അല്ലേ, എല്ലാം സത്യസന്ധമായ എല്ലാം കള്ളന്മാര് തന്നെ. നല്ല കാലമല്ല. ആരുമില്ല. റോഡൊക്കെ കിടക്കണണ്ട കുണ്ടും കുഴിയായിട്ട്. എന്റെ വണ്ടി ഇതാ കംപ്ലൈന്റ് ആയി. അപ്പൊ അവരുടെ സാമ്പത്തിക അവർ കാർ എടുക്കണ്, വസ്തു വാങ്ങണ്, ചന്ദ്രനില് വീട് വാങ്ങണ്, ചന്ദ്രനില് വീട് വാങ്ങണ്. ഇനി അവരിനി അങ്ങോട്ടാണ്. ഇവിടെയൊക്കെ വീട് വാങ്ങി നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അവര് ഇതെന്ന് പറഞ്ഞാ ചന്ദ്രനിൽ മൊത്തം ഇത് ചെയ്യണം. കാരണം അവിടെ സെറ്റായിട്ട് ജീവിക്കണം, ഭൂമി അഴിയാണ്ട് പോകാനല്ലേ. അങ്ങനത്തെ ഒരിതാണ്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഊറ്റി ഇവരിതുപോലെ പൈസകൾ ഉണ്ടാക്കണത്. ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ വേറൊന്നും ചോദിക്കില്ല. റോഡൊക്കെ നല്ലപോലെ ഇടാമല്ലോ. സാധാരണ ഉള്ള ഇത് അവർ അടിപൊളി വസ്തു കിട്ടേണ്ടത് കിട്ടിയാൽ മതിയല്ലോ. ചുമ്മാ നല്ലപോലെ പഠിച്ചവരൊക്കെ വന്ന് വീണ് എന്റെ കണ്ണു മുമ്പ് വെച്ച് എത്ര ആക്സിഡന്റ് ആവണമെന്ന് അറിയാമോ? കുണ്ടിൽ വീഴുന്നത്. നല്ല പഠിച്ച് ഇത് പോണവർ. അപ്പൊ പെണ്ണുങ്ങളെ വിശ്വസിച്ച് ഇറങ്ങുമോ? ഇപ്പൊ പെൺകുട്ടികൾ ഓട്ടിക്കുന്ന നമുക്കറിയാമല്ലോ. എങ്കിൽ ഈ കുണ്ടിലൊക്കെ ഭയങ്കര ഇതാണ്. അതേപോലെ ഈ ലോറി പോണത് ഇപ്പം BVMക്കിന്ന് ആ റോഡ് നമ്മളെ ചെങ്കോള റോഡ് വരെ റോഡ് ഭയങ്കര മോശമാണ്. അത് കഴിഞ്ഞ് കൊല്ലംകോട് റോഡ് സൂപ്പറാണ്. കാരണം ഈ വണ്ടികൾ പോണതുകൊണ്ടാണ്. ഇവന്മാരെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം വണ്ടി മറ്റേ വലിയ വണ്ടികൾ അത് വിടൂലെന്ന് എത്ര തന്നെ പറഞ്ഞാലും കുറച്ച് പണം കൊണ്ട് തട്ടി കൊടുക്കുമ്പം അവര് വിട്ടോളും. കാരണം പണത്തിന്. എനിക്കിത് ഇപ്പം പുതിയ വണ്ടിയാണ് എന്റേത്. 8 മാസം തന്നെ. എനിക്കിത് 2000 രൂപ പണിയുണ്ട്. കാരണം ഈ റോഡിന്റെ മോശം കൊണ്ടാണ്. പിന്നെ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് പണത്തിനാണ് എല്ലാരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇയാളെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എനിക്ക് സ്നേഹമാണ് അല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നടക്കാൻ സാധിക്കും. ഇത് ആർക്കും അറിഞ്ഞുകൂടാ അല്ലേ? ഇന്നത്തെ ജനറേഷനിൽ ആർക്കും അറിയില്ല. എല്ലാരും പണത്തിന് പിന്നാലെയാണ്. എല്ലാരും പണത്തിന് പിന്നാലെയാണ് പാഞ്ഞോടുന്നത് അല്ലേ? സ്വന്തം അച്ഛനും അമ്മയായാൽ പോലും മക്കളെ നോക്കാൻ പോലും അവർക്ക് സമയം കിട്ടുന്നില്ല. ഇല്ല, എന്റെ അച്ഛനും അമ്മ എന്നെ നോക്കും. അല്ല, അവർക്ക് ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ ജോബ് ആകുമ്പോൾ അവർ അവരുടേതായ തലങ്ങളിൽ പോകുമ്പോൾ മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതാ പറഞ്ഞ ആ സ്നേഹം ഇന്ന് കുറയുന്നുണ്ട് അല്ലേ? പണത്തിന്റെ പിറകെ ഓടുന്നത് കൊണ്ട് ആ ഒരു കെയറിങ് കൂടി കിട്ടാതെ പോകുന്നുണ്ട്. അപ്പം ധനമാണ് അല്ലെ, പണത്തിനാണ് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ജനറേഷന്.
അപ്പൊ ഇയാള് കൊടുക്കുന്നത് സ്നേഹത്തിനാണ്. സ്നേഹത്തിനാണ്. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം മാക്സിമം. കൊടുക്കുക അല്ലെ? അത് മുന്നോട്ട് കൊടുത്താൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നേടാൻ കഴിയുന്നതാണ്. കഴിയുമെന്നല്ല, പണം വേണം, വേണം, സ്നേഹവും വേണം. ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജീവിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും. ടെൻഡൻസി ഉണ്ട് അല്ലേ? അല്ലേ? അപ്പൊ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോട്ടെ. പോട്ടെ. വേണം ആവശ്യത്തിന്. ജീവിക്കാൻ പറ്റില്ല. പറ്റില്ല. பணம் எப்போ வேணாலும் வந்துட்டு போவோம். ஆனா அந்த ஒரு அண்டர்ஸ்டாண்ட் ஸ்னேகம் வந்தது நம்மளுக்கு எப்பவும் கூட இருக்கும். பணம் வந்து நம்மளுக்கு எந்த வழியிலேங்கி அதை நம்மளுக்கு வாங்க முடியும். பணம் அந்த ஸ்னேகம் வந்து அது நம்மளுக்கு கிடைச்ச நல்ல ஒரு இம்பார்ட்டன்டான விஷயம். പണം എല്ലാവർക്കും ഇഷ്ടത്തുകൊണ്ട് പണം ഇല്ലാതെ ഇല്ല. പണം 80% ആളുകളിലും പണമുണ്ട്. പണമുണ്ട്, എല്ലാ അതുക്ക് തന്നെ വസതികളും ഉണ്ട്. അതിൽ ഇപ്പൊ ഇരിക്കുന്ന വസതിയുണ്ട്, പണമുണ്ട്. അതിൽ നോയ് കൂടുതൽ, അസുഖങ്ങൾ കൂടുതൽ. അസുഖങ്ങൾ ഇപ്പൊ എല്ലാ വീട്ടിലും ഇപ്പൊ ഒരു നാം പാരി കൊണ്ടുവന്ന അസുഖം കൊണ്ടുവന്നത്. ഇപ്പൊ നമ്മൾ ഒരു മാസം ഒരു 50,000 വീട്ടിൽ വന്നാൽ ഒരു 30,000 മേല് നമുക്ക് ആശുപത്രി പണം കൊടുക്കേണ്ടി ഇരിക്കുന്നു. അതില്ല, ഇപ്പോൾ ചാപ്പാട് വ്യത്യാസങ്ങളും ഉണ്ട്. നമ്മൾ കൃഷികൾ വീട്ടിലെ ആഹാരമല്ല അല്ലേ? എല്ലാം ഇപ്പൊ ഹോട്ടൽ ആഹാരം. ഇപ്പൊ പണിക്ക് വേണ്ടിരുന്നു, പണിക്ക് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പണി വേണ്ടിരുന്നു. അവിടെ ചാപ്പാടെല്ലാം ഹോട്ടലിന് വേണ്ടി എല്ലാം അവിടെ എടുത്ത് ഇഞ്ച് സമയം കിട്ടുന്നില്ല. അവർ വീട്ടിൽ വന്ന് പണി ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അവർ അങ്ങോട്ട് പണി വരുമ്പോ അതുകൊണ്ട് ഹോട്ടലുണ്ട്, എല്ലാം വേണ്ടി വീട്ടിൽ തിന്നുന്നു. ഇയാൾ എല്ലാവർക്കും എല്ലാ പണത്തെക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സ്നേഹത്തിന്. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. അതെ, പറയുന്നത് ശരിയാണ്. അതെ. ജനറേഷൻ നടക്കുന്നുണ്ടോ? അത് ഇല്ല, നടക്കുന്നില്ല. ഇപ്പൊ എല്ലാരും പണത്തിന് പറയുന്നതാണ്. ചുരുക്കം പേരേ ഉള്ളൂ. സ്നേഹത്തിന് സത്യസന്ധമായ സ്നേഹം ഇന്ന് കാണാനുണ്ടോ? ഇല്ല, ചിലവരില് കാണാനുണ്ട്, ചിലവരില് കാണാറില്ല. എന്നാലും സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? എന്റെ വീട്ടിൽ നിലനിൽക്കുന്നുണ്ട്, പിന്നെ മറ്റുള്ളിടത്ത് നിലനിൽക്കുന്നുണ്ടോ ഇല്ല. എന്നാൽ ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാകാൻ മെയിൻ കാരണം അച്ഛന് മക്കളില്ല, മക്കൾക്ക് അച്ഛനില്ല, അങ്ങനെയുള്ള എല്ലാത്തിനും പണം തന്നെ കാരണം. ഇന്ന് പണം കയ്യിലിരുന്നാണെങ്കിൽ മക്കളും ഒരു നോക്കും. ഇപ്പൊ അച്ഛൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഇരിക്കുകയാണെങ്കിൽ മക്കൾ വന്ന് നിൽക്കും. നമ്മള് മക്കളാണ് നോക്കുമെന്നുള്ള ഇതിലെ സാമ്പത്തികത്തെ എല്ലാം നമ്മൾ കൊടുക്കും. നമ്മൾ വയസ്സായി ഇനി നമ്മളെ പൊറുപ്പെല്ലാം വിട്ടിട്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ നോക്കത്തില്ല. എന്നാ പണം ഉണ്ടെങ്കിൽ അവര് ഈ അച്ഛന്റെ അമ്മയുടെ പണം ഉണ്ടെങ്കിൽ നോക്കുമായിരുന്നു. അതിന് എന്തെന്ന് കാരണം എന്ന് വെച്ചാൽ സ്നേഹം ഇല്ലാത്തതാണ് ഒന്ന്. ഇത് പിന്നെ എല്ലാവരും മുഖ്യ പങ്ക് ഈ പണത്തിൽ വെക്കുന്നത് കൊണ്ടാണ് ഇത് കാരണം അമ്മയും അച്ഛനെ അനാഥാലയങ്ങൾ വരെ കൊണ്ടുവിടുന്നത്. പിന്നെ ഒരു കാര്യം, ഈ മക്കൾക്ക് ചെറുതിലെ നമ്മള് പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോ അമ്മച്ചി അപ്പച്ചി മാമയും മാമി എന്നുള്ള ഇതുള്ള. ഇപ്പൊ വരണവർക്ക് എന്ന് വെച്ചാൽ അവരും ഭർത്താക്കളും മതി. സ്മാൾ ഫാമിലി. അമ്മച്ചി വേണ്ട, അപ്പച്ചി വേണ്ട, ഒന്നും വേണ്ട. ഈ മക്കൾക്ക് പിറക്കണ സന്തതിക്കും ഈ മക്കളെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കുന്ന സ്നേഹമാണ്, അവളെ ബന്ധുക്കളാണ് എന്ന് വെച്ചാൽ. ഒരു കല്യാണം എടുക്കുകയാണെങ്കിലും ബന്ധുക്കളൊന്നും ഇല്ല, ഇപ്പൊ ഫ്രണ്ട്സ്. മനസ്സിലാവണം? അതാണ് മെയിൻ കാര്യം. ഈ സ്നേഹത്തെ കുറിച്ച് ആരും പറയണില്ല. പിന്നെ തെറ്റുകുറ്റങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണില്ല. ഈ പിള്ളേർ തെറ്റാണ് ചെയ്യണത് എന്നുള്ളത് മക്കൾ മാതാപിതാക്കള് അതിനെ ഉണർത്തി കൊടുക്കാൻ ഉള്ള കഴിവില്ല. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകും, ഈ പിള്ളേർ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകും. അതാണ് ഇന്നത്തെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? പണമാണോ വലുത്, സ്നേഹമാണ് വലുത്. സ്നേഹമാണ് വലുത് എന്ന് വെച്ചാൽ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യത്തിൽ അവർ പറഞ്ഞു കൊടുക്കണം. അതാണ് ഈ തലമുറകള് സന്തതികള് കുറ്റങ്ങൾ ചെയ്യാൻ ഒരു കാരണം പറഞ്ഞതാണ്. സ്നേഹത്തെ കുറിച്ചോ പറഞ്ഞു കൊടുക്കുന്നില്ല. പണം കൊണ്ട് മറ്റല്ല ജീവിതം. ഈ സ്നേഹവും വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാത്തതാണ് ഈ കുറ്റങ്ങളൊക്കെ വളരുന്നത്. എന്ന് വെച്ചാൽ ഈ കുറ്റങ്ങൾ ചെയ്യുന്നത് കൊച്ചു പിള്ളേരെ നോക്കുമ്പം കുറ്റങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഏറ്റവും പണവും വസതിയുള്ളവരാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും ഫാറിലിരിക്കും, ഈ പിള്ളേർ കുടിച്ച് പാക്കം മേടിച്ച് കഞ്ചാവ് മേടിച്ച് അങ്ങനെ തിരിയും. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് പണം കിട്ടൂല, അവർ മോഷ്ടിക്കാനും തെറ്റുകൾ ഇതിൽ പിടിച്ചു പറക്കി പോകും. അങ്ങനെയാണ് ഇതിന് കാര്യം. ഇതിന് ഇത്രയും സ്നേഹമാണ് കാര്യം. പിന്നെ ദൈവ ഭയവും ഇല്ല. അമ്മയെ കണ്ടോ അച്ഛനെ കണ്ടോ ദൈവത്തിനെ കണ്ടോ ആരെ കണ്ടോ ഭയമില്ല. ഇത് തന്നെ കാര്യം. ഒന്നിനെയും ഭയമില്ല. എന്നാലും സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. എല്ലാം സ്നേഹിച്ചാൽ നമുക്ക് ബാക്കി എല്ലാം വരും. എന്ന് വെച്ചാൽ ഒരു പിള്ളേർക്ക് ഒരു തെറ്റുകുറ്റം വരാണെങ്കിലും കൂട്ടുകുടുംബത്തിൽ വരുന്ന പിള്ളേർക്ക് വരില്ല. തനിയെ ഇരിക്കുന്ന പിള്ളേർക്കാണ് ഒരു ഇത് സംഭവിക്കുന്നത്. പിന്നെ പക്കത്തിലുള്ളവരാണെങ്കിൽ ഒരു ഇത് വരണത് ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിൽ നടക്കുന്നത് അടുത്ത വീട്ടിൽ അറിഞ്ഞൂടാ, അടുത്ത വീട്ടിൽ നടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയുള്ള ഒരു ഇതാണ്.
മനസ്സിലാണ്. ഇപ്പൊ ഗ്രാമത്തിൽ ഇരുന്നാലും അത് അവർ സ്വയം ഒരു ഇത് ഒന്നും ചെയ്യൂല. സ്നേഹമാണ് വലുത്. സ്നേഹമാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയാണ് സ്നേഹം ഇപ്പം വലിയ കാര്യമുള്ള കാര്യമുള്ള എളുപ്പങ്ങളുള്ള നേടാമെന്നുള്ളത്. സ്നേഹം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? സ്നേഹമാണ് വലുത്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? പൈസ നമുക്ക് എന്ന് വേണം ഉണ്ടാക്കലും, സ്നേഹം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. പറ്റത്തില്ല. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. പറ്റത്തില്ല, അല്ല. ക്യാഷൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന എപ്പോഴും ഉണ്ടാക്കാം. ഉണ്ടാകും. ക്യാഷ് വലിയ ഇതില്ല, പ്രാധാന്യം ഇല്ല കൊടുക്കുന്നില്ല. ഇല്ല. ചേട്ടനൊരു ലൈഫിൽ ഒരു ലൈഫ് പാർട്ണർ വന്നാലും സ്നേഹം മാത്രം മതി, ക്യാഷിന്റെ കാര്യത്തിലൊന്നും ക്യാഷ് ആവശ്യത്തിന് വേണം, പക്ഷെ രണ്ടും കൂടെ വെച്ച് നോക്കുമ്പോൾ സ്നേഹമാണ് വലുത്. ക്യാഷും സ്നേഹവും വെച്ച് നോക്കുമ്പോൾ സ്നേഹമാണ് വലുത്. ക്യാഷ് നമുക്ക് നാളെയും സമ്പാദിക്കാം. സമ്പാദിക്കും. സ്നേഹം മുറിഞ്ഞു പോയാൽ പിന്നെ അവരെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, പിന്നെ ആ റിലേഷൻഷിപ്പ് കട്ടായി പോകല്ലേ. സ്നേഹമാണ് വലുത്. സ്നേഹം ഉണ്ടെങ്കിൽ പണവും വരും, എല്ലാം വരും. സഹോദരങ്ങളായാലും ആരായാലും, ഭർത്താവായാലും അമ്മയായാലും അച്ഛനായാലും മക്കളായാലും സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ദൈവം തരും. എങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും, എത്ര കള്ളത്തനം ചെയ്ത് ഉണ്ടാക്കിയാലും സത്യം എന്നായാലും പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യം പോലെ വരും. ഞാൻ മനസ്സിലാക്കിയ രണ്ടിനും ഒരേ സ്ഥാനം ഉണ്ടെന്നാണ്. ഒരേ സ്ഥാനമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം സ്നേഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിന് ചിലപ്പോൾ നമുക്ക് ഒരാളോട് സ്നേഹം തോന്നി, അയാളുടെ ഒരു ആവശ്യത്തിന് സഹായിക്കണമെങ്കിൽ നമുക്ക് അയ്യോ ചേട്ടാ എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളോട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും അതിന് ഈക്വലായിട്ട് അതിന് ഒരു ബേസ് കൂടെ വേണം. സ്നേഹബന്ധങ്ങളായാലും അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അതുപോലെ തന്നെയാണ് പണം. രണ്ട് പാർട്ട് ഈക്വലാണ്. ഒന്നാൾക്ക് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് നിക്കത്തില്ല. അത് വേറൊരു വഴിയിൽ അത് എങ്ങനെയായാലും പോയേ ആവുള്ളൂ. ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിത സാഹചര്യം വെച്ചിട്ട് ഇപ്പൊ ക്യാഷ് വേണം, വേണ്ടെന്ന് പറയുന്നില്ല, ക്യാഷ് വേണം. പക്ഷെ നമ്മൾ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്നേഹം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണം, അത് വേണം. നോക്കിയിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഇപ്പം ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളിപ്പം ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ക്യാഷ് ആവശ്യമാണ്, എന്നാലും സ്നേഹം ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. സ്നേഹം തന്നെയാണ്. സ്നേഹം തന്നെയാണ്. 100% അതിനോട് നീതി പുലർത്തുന്നു, സ്നേഹത്തിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ പണത്തിന്റെ പുറകെയാണ് കൂടുതൽ പേരും. പണത്തിന് ഇത് നോക്കുന്നുണ്ട്. പക്ഷെ ഈ ജാതി മതം അങ്ങനെയുള്ളത് ഇപ്പം കുറവാണ്, പണ്ടത്തെ പോലെ അത്രത്തോളം ഇതല്ല. രണ്ടും വലുതാണ്. രണ്ടും വലുതാണ്. സ്നേഹം വേണം, സ്നേഹം എല്ലാവരും വേണം. പണം ഉണ്ടെങ്കിൽ സ്നേഹം വേണം. അത് പണമാണ് വലുത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. പണമില്ല എങ്കിൽ ഇപ്പൊ പണം ഇല്ലെങ്കിൽ ആരും നോക്കൂല. ഫ്രണ്ട്സിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ക്യാഷ് ഇല്ലാത്തതിന്റെ ആ ഒരു അല്ലേ സ്നേഹം. അതെന്താണ് അങ്ങനെ പറയുക? അങ്ങനെയാണ്. പൈസക്ക് വേണ്ടി ആരെയും വെറുപ്പിക്കാതിരിക്കാത്ര. സ്നേഹത്തിന് വില കൽപ്പിക്കാൻ പറ്റൂല, അതാണ്. അളക്കാൻ പറ്റില്ല അല്ലേ ഒരിക്കലും. പണമാണെങ്കിൽ കണക്കുണ്ട്, കണക്കുണ്ട്. വരും പോകും. കണക്കുണ്ട്. എല്ലാവരും സമാധാനം സ്നേഹമായിട്ട് പോകണം, അതാണ് ഏറ്റവും വലുത്. നമ്മളെ കൂടെ വരുന്നതും അതായിരിക്കും. നമ്മൾ മരിച്ചു പോയാലും നമ്മളെ കൂടെ ഉണ്ടാകുന്നത് അത് മാത്രം. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ ആത്മാവിനെ കുറ്റം പറയാതെ സ്നേഹമുള്ളവരാണെങ്കിൽ സ്നേഹത്തോടെ പറയും. വിരോധമുള്ളവരാണെങ്കിൽ നമ്മളെ പഴി പറയും. ആ ആത്മാവിന് ശാന്തി കിട്ടാത്ത രീതിയിലായിരിക്കും. അപ്പൊ എന്നാലും സ്നേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. സ്നേഹബന്ധങ്ങൾക്ക് ഇതില്ല. അപ്പം പണത്തിന്റെ കൂടി ആൾക്കാർ നിൽക്കില്ല. സ്നേഹമാണ് വലുത്. ഇപ്പൊ അങ്ങനെയല്ല, മനുഷ്യന് പണമാണ് വലുത്. പണമുണ്ടെങ്കിൽ ബന്ധുക്കളുണ്ടാവും, സ്നേഹിതരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. പണമില്ലെങ്കിൽ ഇതാരും ഉണ്ടാവില്ല. സ്നേഹം ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും. പണം ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ മുമ്പിൽ നിൽക്കണമെങ്കിൽ പണവും വേണം. നമുക്ക് സ്നേഹമാണ് വലുത്, സ്നേഹമാണോ? പണം വേണ്ട. നമുക്ക് കൂട്ടുകാരന്മാര് സ്നേഹമാണ് വലുത്. സ്നേഹമാണ്. വലിയ പ്രാധാന്യം. നമുക്ക് പണം വേണ്ട, പണം വേണ്ട. വേണ്ട, നമുക്ക് ഇപ്പം ജീവിക്കാൻ പണം ആവശ്യമില്ല. വേണ്ട. ചിലവരുണ്ട് കൂട്ടി വെക്കും, അങ്ങനെ പിശുക്ക് ജീവിക്കും. നമുക്കതില്ല. നമുക്ക് കിട്ടണത് കെട്ടി കൂട്ടി, അത് തന്നെ ഒരേ ഒരു ലൈഫേ ഉള്ളു. അത് അടിച്ച് പൊളിച്ച് ജീവിക്കും. ഇപ്പൊ ഡ്രസ്സ് എടുക്കണമെങ്കിൽ ചുമ്മാ ജോലിക്ക് പോയി ഡ്രസ്സ് എടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പോകൂല. അത്ര വൈബ് അടിച്ച് കിടക്കും. ഒരു ജീവിതം, ഒരു ലൈഫ്. സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്നേഹിക്കും. ചതിക്കരുത്, ഒരിക്കലും ചതിക്കരുത്. ഒരിക്കലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്ക് മാത്രമേ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമുക്കിപ്പം എത്ര ഫുള്ളും നമ്മള് കൊച്ചിലെ തൊട്ട് ജോലി ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഫുള്ള് പൈസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂല. അങ്ങനെയുള്ളവരുണ്ട്. ഉണ്ട്, ഇന്നത്തെ ഉണ്ട്. കുട്ടി ഇപ്പൊ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നമ്മള് പയ്യന്മാര് തെറ്റ് വൈബാണ്. രണ്ടും വലുതാണ്, സ്നേഹവും വലുതാണ്, പണവും വലുതാണ്. 99% പണത്തിന്റെയാണ്, 1% സ്നേഹം. പക്ഷെ കുറച്ച് സ്നേഹത്തിന്റെ ആണെങ്കിലും റിയൽ സ്നേഹമാണെങ്കിൽ പണത്തിന് ഒരു പ്രശ്നമില്ല. സ്നേഹം കൊണ്ട് നമുക്ക് ഈ ലോകം തന്നെ കീഴടക്കാം സാധിക്കും. എല്ലാവരോടും നല്ലൊരു അല്ലേ, നല്ല മനുഷ്യത്വമുള്ള ഒരു സ്നേഹത്തിന്റെ ഉടമയായിട്ട്. അതാണ് ഇന്നത്തെ കാലത്ത് പണമാണ് വലുത്. പണമാണ് വലുത്. കാരണം പണം ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാരും ഉള്ളൂ, കൂടെ ഉള്ളൂ. അല്ലാതെ ആരും കൂടെ നിൽക്കുന്നില്ല അല്ലേ. എല്ലാവരും ലൈഫ് സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്നുണ്ട്
അല്ലാതെ ഇപ്പം ഫ്രണ്ട്സ് ആയാൽ പോലും അല്ലേ, നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ആയാലും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. ഇന്നത്തെ കാലത്ത് അതാണ്. അങ്ങനെയാണ്. ഉം. മുൻപൊക്കെ മുൻപൊക്കെ സ്നേഹം. സ്നേഹത്തിന് വിലയുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല. അപ്പൊ ഇന്നാണെങ്കിൽ അല്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിനായാൽ പോലും അതിനുള്ള ആ ഒരു അല്ലേ നമ്മൾ ഇടുന്ന ഡ്രസ്സിനായാൽ പോലും അല്ലേ അതിന്റെ ക്വാളിറ്റിയിൽ നോക്കി കാണുന്ന ഫ്രണ്ട്സ് ഇന്നുണ്ട് അല്ലേ. ഇന്നത്തെ കാലത്ത് രണ്ടും അല്ലേ രണ്ടും തുല്യമാണ്. ആ, രണ്ടും തുല്യം. നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത. പറ്റാത്ത അല്ലേ. ആ, അപ്പൊ രണ്ടും നമുക്ക് മനുഷ്യർക്ക് അത്യാവശ്യമായ അത്യാവശ്യം. പൈസയാണ് അത്. കാരണം എന്താണ്? അല്ല പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും കാണും, ഇല്ലെങ്കിൽ ആരും കാണില്ല. സ്നേഹം വലുത്. സ്നേഹമാണോ പണമാണോ വലുത്? പണമാണ് വലുത്. പണമാണോ വലുത്? എന്താണ് കാരണം? എന്താണ്? പണം ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം കൂടെ കാരണം എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ല. ഇല്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലഘട്ടത്തിന്റെ മാറ്റമായിരിക്കും, വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ കൂടുതൽ കുറവുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ പണത്തിന് സ്നേഹത്തിന് വില കൊടുക്കും. ഞങ്ങളുടെ പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ വേണ്ടുന്നതിന് സഹായിക്കും, അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ഒത്താശകളും ചെയ്തു കൊടുക്കും. 5 പൈസ കൈക്കൂലി വായിക്കത്തില്ല. അങ്ങനെ ഒരു പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ കഴുത്തിൽ എന്തോ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരു രീതിയിലും അവർക്ക് നീതി, ന്യായം, ധർമ്മം, സ്നേഹം ഇല്ലാത്തൊരു കാലഘട്ടം. അതാരുടെയും കുഴപ്പമല്ല, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല, ഇത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. തലമുറകളുടെയും കാലഘട്ടത്തിൻ്റെയും മാറ്റമാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളും അങ്ങനെയാണ്. ജനങ്ങൾ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഇതേ നടക്കൂ. ദൈവസ്നേഹം ഉണ്ടാവണം. ദൈവസ്നേഹം ഉണ്ടാവുമെങ്കിൽ കുടുംബ സമാധാനവും സ്നേഹവും ഉണ്ടാവും. പരസ്പരം എല്ലാവരെയും സ്നേഹിക്കാനുള്ള തന്നെ മനസ്സുണ്ടാവും. ഈശ്വര വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആരെയും കുറ്റങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മക്കളെ കാര്യങ്ങളും അങ്ങനെ തന്നെ. അവർക്ക് പറയുന്നത് നിങ്ങൾ എല്ലാവരും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുക. എല്ലാവരും, ഭാരതം എൻ്റെ നാടാണ്, എല്ലാവരും ഞങ്ങളുടെ സഹോദരന്മാരാണ്. എല്ലാവർക്കും സ്നേഹവും വാത്സല്യവും പകർന്നു കൊടുക്കുക. അവർ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. സായുജ്യം അടയുക. സ്നേഹം ഇന്ന് നിലനിൽക്കുമല്ലോ. പണമാണെങ്കിലും പണം ഇന്ന് വന്ന് നാളെ പോവുമല്ലോ. ചിലവരുടെ സ്നേഹം നിലനിൽക്കും, നിലനിൽക്കുന്നു. പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന പണത്തിന് പ്രാധാന്യം നൽകാൻ പാടില്ല. സ്നേഹത്തിന് കൊടുക്കണം. സ്നേഹമാണ് വലുത്. സാഹചര്യത്തിൽ ധനമാണോ പണമാണോ വലുത്? പണമാണ് വലുത്. സ്നേഹമാണോ വലുത്? പണമാണ് എല്ലാവർക്കും വലുത്. പണമാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? പണം ഉണ്ടെങ്കിൽ എല്ലാവരുടെ വിലയേ ഉള്ളൂ. അങ്ങനെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒന്നും ഇല്ലാത്തവരാണോ ആൾക്കാര്? അതെ. കൂടെ നിൽക്കത്തില്ല. ഇല്ല. സ്നേഹത്തിന് വിലയില്ല. സ്നേഹത്തിന് ഈ കാലത്ത് വിലയില്ല. പണം ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഏതൊരു അത്യാവശ്യം അല്ലേ ഒരു ഘട്ടത്തിലും പണമാണ് ആവശ്യം. എന്നാലും നമുക്ക് സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. അങ്ങനെ അപൂർവ ആൾക്കാരല്ലേ ഉള്ളൂ. നമ്മൾ മാക്സിമം എല്ലാവരും നോക്കുകയാണെങ്കിൽ പണത്തിനാണ് ഇന്നത്തെ കാലത്ത് വില. എല്ലാവരും അല്ലെ 99% ഇന്ന് പണത്തിനാണ് പ്രാധാന്യം. അതെ. പണം ഉണ്ടെങ്കിൽ സ്നേഹമുള്ളൂ എന്നൊരു അല്ലേ ഇതായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും സ്നേഹത്തിന് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പണത്തിന് സ്നേഹിക്കുന്നതിനെക്കാട്ടി സ്നേഹത്തിന് വില കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്നാലല്ലേ ഒരു ബന്ധങ്ങൾ വർഷങ്ങളോളം നിലനിൽക്കൂ. പണമല്ല വലുതെന്ന് എല്ലാവരും പറയും, പക്ഷെ പണമാണ് ജീവിക്കാൻ അത്യാവശ്യം. സ്നേഹവും ആവശ്യമാണ്. രണ്ടും ഒരേ ഈക്വലാണ്. അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ അനുഭവം പോലെ ഇരിക്കുകയല്ലേ അവളുടെ. അതെ. അപ്പോ സ്നേഹത്തിനേക്കാളും പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ജനറേഷനിൽ ആഗ്രഹത്തില് നമുക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള പണം വേണം. പക്ഷെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. ഫ്രണ്ട്സ് ആയാലും നമുക്ക് അല്ലെ പണം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉള്ളവർക്ക് തോന്നും പണമാണ് വലുതെന്ന് തോന്നുന്നുണ്ട്. സ്നേഹത്തിന് വലിയ ഇത് കൊടുക്കുന്നില്ല. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്തിനാണ് നമ്മൾ മുൻ പ്രാധാന്യം കൊടുക്കേണ്ടത്? എല്ലാവരും സത്യത്തിൽ കൊടുക്കേണ്ടത് സ്നേഹത്തിന് തന്നെയാണ്. എന്നാലേ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. സത്യസന്ധമായ സ്നേഹം നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴേ? ഇപ്പോ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, കാണാനില്ല അല്ലേ. എല്ലാവരും പണത്തിന് പിറകെയാണ്. ചിലപ്പോ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും, ബ്ലഡ് റിലേഷൻ ഉണ്ടാവും, അത് പറയാൻ പറ്റൂല. സഹോദരങ്ങളിലും ഉണ്ടല്ലേ ഈ പ്രശ്നം? ചിലവര് സഹോദരങ്ങളൊക്കെ പണത്തിന് പ്രാധാന്യം കൊടുത്ത് അച്ഛനും അമ്മയുടെ സ്വത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് അല്ലേ. ഏറ്റവും കൂടുതൽ പണത്തിന്റെ പേരിലാണ് അടിയും പ്രശ്നവും അല്ലെ, കലഹങ്ങൾ വരെ ഉണ്ടാകുന്നത്. സ്നേഹമാവുമ്പോൾ അല്ലേ നമുക്ക് എല്ലാം കീഴടക്കാൻ സാധിക്കും അല്ലെ. സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് എല്ലാം വരും. പക്ഷെ അതെല്ലാവരും മനസ്സിലാക്കണം. ഉൾക്കൊള്ളുന്നില്ല അല്ലേ. അത് ഉൾക്കൊള്ളട്ടെ അല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണം അത്യാവശ്യം തന്നെ.
ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ വന്നാൽ ഇപ്പൊ 50,000 ഒരു 25,000 മീതി കിട്ടൂല. എന്നെ പുറത്താളവില് ശരാശരി ഇപ്പൊ നായ ഇപ്പൊ ഒരു 200-300 രൂപ നാണിക്കും. നായോ 10 വർഷം കഴിഞ്ഞാൽ എത്ര രൂപയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എല്ലാം എന്നെ കണക്ക് ഇപ്പൊ കണക്ക് പടി பார்த்தாலும் ഒരു എന്നെ പുറത്താളവില് ഒരു 500-600 അടിക്കും. அதுக்கப்புறம் போகல. അതിൽ വേറെ പുറത്താളവില് இந்த 300 ഇപ്പൊ 1000 രൂപയ്ക്ക് തിന്നി തിക്കുന്നവരുണ്ട്. 1000 രൂപയ്ക്ക് പണി ചെയ്യുന്നവരുന്നു. അതിലെ വീട്ടിലെ കുടിച്ചെടുത്ത് വരുമ്പോൾ സമയത്തില് അവര് വീട്ടിലെ ഒരു പൈസ ഒരു 1000 കൊണ്ടുപോകാൻ ഒരു 500 രൂപ വീട്ടിലെ കൊണ്ടുപോകില്ല. മീതി എല്ലാം കുടിച്ചെടുത്ത് അവര് മദ്യം അടിച്ചതെല്ലാം തീർക്കുന്നു. എനിക്ക് സ്നേഹമാണ് കൂടുതൽ ആവശ്യം. പണമല്ല ആവശ്യം. മക്കളൊക്കെ സ്നേഹമായിട്ടാണോ? മക്കള് 1-2 മക്കൾക്ക് ഭയങ്കര സ്നേഹം. ഒരു മോൻ സ്വപ്പ വെറുപ്പാണ്. അവന് പണത്തില് കൊടുത്താ കുഴപ്പമില്ല, പൈസക്ക് വേണ്ടി. അവർക്ക് പൈസയാണ് പ്രധാനം. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? സ്നേഹമാണോ വലുത്? എനിക്ക് സ്നേഹമാണ് വലുത്. പണത്തിന്റെ പിറക്കം എനിക്ക് ഇഷ്ടമല്ല. എന്താണ് പറയാനുള്ളത്? ജനങ്ങളോട് പറയാനുള്ള എനിക്ക് സ്നേഹമാണ് വലുത്. എന്ന് വെച്ചാൽ 2 ചെറുമക്കളുള്ളത്, അത് ഇന്നലെ ഇവിടെ കൂടെ പോയപ്പോ അത് താനെ എടുത്തോണ്ട് പോണുണ്ട് പച്ചക്കറി. വരാതെ ഇരുന്ന ആൾക്കാര് ഇപ്പൊ എന്റെ ഒരു ഇതിന് എന്നെ ഉപേക്ഷിച്ച് വേണ്ടെന്ന് മക്കളെ ഒരുമാതിരിയൊക്കെ ആക്കി. ഈ ഒരു ജോലി ചെയ്താണ് വാടക കൊടുക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ കറണ്ട് ബില്ലടയ്ക്കണം, വെള്ളത്തിനടയ്ക്കണം. താല്പര്യമുണ്ട്. ഇവിടെ ഇരുന്ന് ഒരു 6 മാസം ഒരു എല്ലാം കൂടെ ഇരുന്ന് 10 പൈസ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു മക്കളവിടെ ചെന്ന് പോതും കാണുന്നവര്. പക്ഷെ അവർക്ക് എന്റെ പണമാണ് അവർക്ക് ആവശ്യം. പണത്തിനാണ് ഇന്നത്തെ ജനങ്ങൾ ഓടുന്നത്, ശരിയാണോ? പണത്തിന്റെ പിറകെയാണ്. മിക്ക ആളുകളും പൈസയ്ക്ക് വേണ്ടി തന്നെ ഓടുള്ളൂ. പക്ഷെ സ്നേഹം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് എൻ്റെ ഒരു സ്നേഹവും എൻ്റെ ഒരു അനുസരണം കൊണ്ട് 10 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പറഞ്ഞോട്ട് 10-20 രൂപ ഉണ്ടെങ്കിൽ എടുത്ത് തന്നിട്ട് പോയതാ നിങ്ങൾ ചായ. അപ്പൊ ഞാൻ ചെയ്ത നന്മയ്ക്കാണ്. എനിക്ക് വലിയ സ്നേഹമാണ്. പണം ഇരുന്നവർത്തന് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ സ്നേഹമാണ്, പിന്നെ സമാധാനം. സ്നേഹം ഉണ്ടെങ്കിൽ സമാധാനം എത്തും. സ്നേഹമാണ് വലുത്. പൈസയുടെ പിറകെ പോയാൽ പിന്നെ നമുക്ക് സ്വന്തം സുഹൃത്തിന് വരെ ഒറ്റ കൊടുക്കാനുള്ള ഒരു ഇതാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.